അല്ലല്ല, ഇത് ഇവര് പറഞ്ഞതാണ്, കൃത്യമായിട്ട് പറഞ്ഞതാണ്. ഒരു മന്ത്രിയാണ് ആരോപണം ഉന്നയിക്കുന്നത്. നിങ്ങള് CPM-ന്റെ മാധ്യമങ്ങളിൽ നിന്ന് വന്നിട്ട് ഈ പിണറായി വിജയന്റെ മന്ത്രിസഭയിൽ മന്ത്രിയായിരിക്കുന്ന കൃഷ്ണൻകുട്ടിയെ നിങ്ങൾ തള്ളിപ്പറയാണ്. ഞാൻ കൃഷ്ണൻകുട്ടി പറഞ്ഞ കാര്യമാണ് പറയുന്നത്. ഞങ്ങൾ പറഞ്ഞ അതേ കാര്യമാണ് കൃഷ്ണൻകുട്ടി പറയുന്നത്. അത് പരിശോധിച്ച് അദ്ദേഹത്തിന്റെ ശബ്ദമല്ല. അതെ, അല്ലല്ല, കൃഷ്ണൻകുട്ടി പറഞ്ഞാണുള്ളത്. ഈ കാര്യം കൃഷ്ണൻകുട്ടി പറഞ്ഞതല്ല എന്ന് തെളിയിക്കട്ടെ. ഇത് ഉണ്ടാക്കിയതാണ് കൃഷ്ണൻകുട്ടിയുടെ. ഞാനിത് നേരത്തെ കേട്ടാണ്. പക്ഷെ ഇതെന്നെ കേൾപ്പിച്ച ആൾ എനിക്ക് തന്നില്ല ശബ്ദരേഖ. ഞാൻ നേരത്തെ കേട്ട ആളാണ്. എന്റെ കയ്യിൽ തെളിവില്ലാത്തതുകൊണ്ട് ഞാൻ ആരോപണം ഉന്നയിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ. മാത്യു കൊള്ളാടിന്റെ ആ ശബ്ദരേഖ കിട്ടിയതുകൊണ്ട് വളരെ മുമ്പ് ഈ ശബ്ദരേഖ കിട്ടിയതാണ്. ഞാൻ കേട്ടതാണ് ഈ ശബ്ദരേഖ. പക്ഷെ ശബ്ദരേഖ സൂക്ഷിച്ചു വെച്ചാൽ എന്റെ തന്നില്ല. ഞാൻ കേട്ടാണ് ഈ ശബ്ദരേഖ മുഴുവൻ. ഞാൻ അതുകൊണ്ട് ഇപ്പൊ കേട്ടില്ലല്ലോ. നേരത്തെ മുഴുവൻ കേട്ടാണ് ഈ ശബ്ദരേഖ. ഇത് കൃഷ്ണൻകുട്ടിയുടെ ശബ്ദമല്ലെന്ന് ഞാൻ വെല്ലുവിളിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നുണ പറഞ്ഞ കൃഷ്ണൻകുട്ടിയും ആരോപണ വിധേയനായ മാത്യു ടി തോമസും അത് പറയണം. മാത്യു ടി തോമസ് ഇപ്പൊ മന്ത്രിയല്ല, പക്ഷെ അദ്ദേഹം ഉത്തരവാദിയാണെന്ന് അദ്ദേഹത്തിന്റെ പാർട്ടിയിൽപ്പെട്ട എന്ത് LDF ആണ്. ഇനി വേറൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. നിങ്ങളെല്ലാം കുറേ മാധ്യമങ്ങൾ, എല്ലാവരും അല്ല കേട്ടോ, നിങ്ങളെല്ലാവരും കൂടി എടുക്കരുത്. എന്തായിരുന്നു UDF-ൽ അന്തചിത്രം, കോൺഗ്രസിൽ ഭയങ്കര കുഴപ്പം, ഇതെല്ലാം പറഞ്ഞ് വാർത്തകളുണ്ടാക്കി. UDF ഒരവസരവും ഇല്ലാതെ സീറ്റ് വിഭജനം പൂർത്തിയാക്കി. കോൺഗ്രസ് ഒറ്റക്കെട്ടായിട്ട് തെരഞ്ഞെടുപ്പിന് പ്രവർത്തിക്കും. ഇപ്പൊ എവിടെയാണ് തെരഞ്ഞെടുപ്പിന്റെ തിരശീല വീഴാൻ പോകുമ്പോൾ ഞാൻ കേരളത്തിലെ മാധ്യമങ്ങളോടും പൊതുസമൂഹത്തോടും ചോദിക്കുന്നു, എവിടെയാണ് പ്രശ്നം മുഴുവൻ റിബൽ ശല്യം മുഴുവൻ CPM-ലാണ്. എത്ര റിബൽ സ്ഥാനാർത്ഥികളാണ് പാർട്ടി വിട്ടുപോകുന്ന എത്ര പേരാണ് കേരളത്തിൽ മത്സരിക്കുന്നത്? കേരളത്തിലെ CPM-ന്റെ ചരിത്രത്തിൽ ഒരിക്കലും ഇല്ലാത്ത രീതിയിൽ ആലപ്പുഴയിൽ മുൻ മന്ത്രി മത്സരിക്കുന്നു, മുൻ MLA ഒറ്റപ്പാലത്ത് മത്സരിക്കുന്നു, മുൻ മുഖ്യമന്ത്രിയുടെ സന്തത സഹചാരി മലമ്പുഴയിൽ മത്സരിക്കുന്നു, മുഖ്യമന്ത്രിയുടെ സ്വന്തം ജില്ലയിൽ കണ്ണൂരിലെ കമ്മ്യൂണിസ്റ്റ് കോട്ടയിൽ മുഖ്യമന്ത്രിയെയും CPM നേതാക്കളെയും വെല്ലുവിളിച്ചുകൊണ്ട് 2 മുതിർന്ന CPM നേതാക്കൾ മത്സരിക്കുന്നു. എവിടെയാണ് കുഴപ്പം? കോൺഗ്രസിലാണ് കുഴപ്പമെന്ന് പറഞ്ഞ് കോൺഗ്രസിന്റെ പുറകെ മൈക്രോസ്കോപ്പിക് ലെൻസുമായി നടന്നവരോട് ഞാൻ ചോദിക്കുന്നു, തെരഞ്ഞെടുപ്പിന്റെ തിരശീല വീഴാൻ തെരഞ്ഞെടുപ്പിലേക്ക് പോകാൻ മണിക്കൂറുകൾ മാത്രമുള്ളപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലാണ് അന്തഛിദ്രം. CPM-ൽ പിണറായി വിജയന്റെ ഏകാധിപത്യത്തിനെതിരായി, കൊള്ളയ്ക്ക് കൂട്ടുനിൽക്കുന്നതിനെതിരായി, ഈ പാർട്ടിയുടെ നയങ്ങൾക്കെതിരായി അതിശക്തമായ പ്രതിഷേധമാണ് പാർട്ടിക്കകത്ത് ഉണ്ടാകുന്നത്. ഇത് പുറത്തു വന്നതാണ്. അകത്ത് നടക്കുന്നത് ഇതിനേക്കാൾ വലുതാണ്. മുതിർന്ന നേതാക്കളുടെ പിന്തുണയോടുകൂടിയാണ് ഈ റിബലുകൾ മത്സരിക്കുന്നത്. മുതിർന്ന നേതാക്കൾ അണിയറയിലാണ് പ്രവർത്തിക്കുന്നത്. എനിക്കറിയാം. ഞാൻ കൃത്യമായ അറിവോടുകൂടിയാണ് ഞാനിതെല്ലാം പറയുന്നത്. ഈ അന്തഛിദ്രം നടക്കുന്നത് CPM ആണ്. CPM ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ശിഥിലമായി പോകും, ഒരു സംശയവും വേണ്ട. അല്ലാതെ സർവേകള് തട്ടിക്കൂട്ടിയ സർവേകളും പെയ്ഡ് സർവേകളുമാണ് ഒപ്പത്തിനൊപ്പം എന്ന് പറയുന്നത്. ആ സർവേകളുടെ പഴയ പാർലമെന്റിലെ ഞാൻ എടുത്തു കാണിച്ചു തരാം. ഈ പറയുന്ന ഞാൻ അവരുടെ പേരൊന്നും പറയുന്നില്ല. അതിൽ വലിയൊരു സർവേ ഒപ്പത്തിനൊപ്പം ആണ്, ചെറിയ എഡ്ജ് LDF-നാണെന്ന് പറഞ്ഞ ആ സർവേക്കാര് പാർലമെന്റ് ഇലക്ഷനിൽ പറഞ്ഞത് സുധാകരൻ തോക്കുമെന്ന്. സുധാകരൻ 1 ലക്ഷം വോട്ടിനാണ് ജയിച്ചത്. അവര് പറഞ്ഞത് ശൈലജ ടീച്ചർ ജയിക്കും, ഷാഫി പറമ്പിൽ തോക്കുമെന്നാണ്. ഷാഫി പറമ്പിൽ 1.25 ലക്ഷം വോട്ടിനാണ് ജയിച്ചത്. അവര് പറഞ്ഞത് ശ്രീകണ്ഠൻ പാലക്കാട് 3-ാം സ്ഥാനത്ത് പോകുന്ന 85,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ച് ശ്രീകണ്ഠൻ പാർലമെന്റിലിരിക്കുക. 2019 അതേ ചാനൽ ഒരു സർവേ നടത്തിയിട്ട് എറണാകുളത്ത് ഹൈബി ഈഡനെ P രാജീവ് തോപ്പിക്കുമെന്ന് പറഞ്ഞു. 2019 ഹൈബി ഈഡൻ P രാജീവിനെ തോപ്പിച്ചത് 1,60,60,000 വോട്ടിനാ. മനസ്സിലായ? ഈ തട്ടിക്കൂട്ടിയ സർവേയും പെയ്ഡ് സർവേയും വെച്ചുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റണ്ട. അവര് തീരുമാനിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് ജനങ്ങളുടെ സർവേയാണ്. 5 നാഷണൽ സർവേയിൽ 85 മുതൽ 90 സീറ്റ് വരെയാണ് UDF-ന് പറഞ്ഞിരിക്കുന്നത്. ഉറച്ച സീറ്റുകൾ. ബാക്കി 15 സീറ്റുകൾ ടൈറ്റാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. UDF തരംഗമാണ്. ആ ടൈറ്റായ സീറ്റുകളും കൂടി നേടിയെടുത്ത് ഞങ്ങൾ 100-ലധികം സീറ്റുമായി അധികാരത്തിൽ വരും. അതാണ് ജനങ്ങളുടെ സർവേ. അതാണ് എന്ത് ഹീനമായ പരിപാടിയും CPM ചെയ്യും. ഹീനമായ എന്ത് ഏർപ്പാട് ചെയ്യും. കള്ളക്കത്താണ്. ഞങ്ങൾ DGP-ക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. അല്ലെന്നേ, DGP-ക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. ഞാൻ നിങ്ങളോടൊരു കാര്യം കൂടി പറയാണ്. സുധാകരനെ പോലത്തെ ഒരാളെ ഇപ്പോഴത്തെ ഒരു പ്രത്യേക സമയത്ത് പോയി
അദ്ദേഹത്തെ ഇന്റർവ്യൂ നടത്തി അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും ഇങ്ങനെ വിവരങ്ങൾ ശേഖരിക്കാൻ കുത്തി ചോദിക്കുന്നത് ഹീനമായ മാധ്യമപ്രവർത്തനമാണ്. ഹീനമായ മാധ്യമപ്രവർത്തനം. ഞാൻ അത്രേ പറയുന്നുള്ളൂ. എനിക്ക് കാര്യങ്ങൾ നന്നായിട്ട് അറിയാവുന്നതാണ്. അദ്ദേഹത്തെ പോലെ ഒരാളുടെ അടുത്ത് ഇപ്പോൾ നിങ്ങൾ പോയി കുത്തി ചോദ്യങ്ങൾ ചോദിച്ച് ആവശ്യമില്ലാത്ത വാർത്തകൾ ഉണ്ടാക്കുന്നത് ഹീനമായ മാധ്യമപ്രവർത്തനമാണ്. ഒരു മാധ്യമപ്രവർത്തകനും യോജിക്കാത്ത പരിപാടിയാണ് അദ്ദേഹത്തിന്റെ അടുത്ത് പോയി ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ഇത് ഞാനും KPCC പ്രസിഡന്റ് DGPക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ കൊടുത്ത കത്താണെന്ന് പിണറായിയുടെ പോലീസ് അന്വേഷിച്ച് തെളിയിക്കട്ടെ. ഞങ്ങൾ എന്തിനാ കത്ത് കൊടുക്കണേ? ഞങ്ങൾ KPCC പ്രസിഡന്റ് മറ്റേ AICC പ്രസിഡന്റിനെയും കാരണം ഇതൊക്കെ വെറുതെ വാർത്ത ഉണ്ടാക്കാൻ വേണ്ടി തീർച്ചയായിട്ടും അല്ല. അദ്ദേഹം പ്രാർത്ഥിക്കാന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ നശിച്ചോണമെന്ന് പ്രാർത്ഥിക്കാന്നല്ലല്ലോ പറഞ്ഞത്. എനിക്ക് ഒരു ദോഷവും വരാതിരിക്കാൻ. കേൾക്ക്, നിങ്ങൾ ചോദിച്ച ചോദ്യത്തിനാണ് മറുപടി. VD സതീശൻ വനവാസത്തിന് പോവാന്ന് ചോദിച്ചാൽ അദ്ദേഹം പറയാ അതിനു വേണ്ടി അത് പോവാതിരിക്കാൻ വേണ്ടി അദ്ദേഹം എന്നോട് വിളിച്ച് ചൂടായ ആളാ ഞാനിത് പറഞ്ഞപ്പോ. കാരണം നീ അങ്ങനെ വൈകാരികമായിട്ട് പറയരുത്, നിന്നെ കേരളത്തിലെ കോൺഗ്രസിന് വേണ്ടാണ്, നീ അങ്ങനെ ഒരിക്കലും പറയരുത്, അങ്ങനെ രാഷ്ട്രീയത്തിൽ പറയരുത്, വൈകാരികമായിട്ട് പറയരുത് എന്നെ ഉപദേശിച്ച എന്റെ ജ്യേഷ്ഠ സഹോദരനാണ് അദ്ദേഹം. നിങ്ങൾ പോയി ഈ അദ്ദേഹത്തിന്റെ അടുത്ത് പോയിട്ട് നടത്തുന്ന ഇപ്പോഴത്തെ മാധ്യമ പ്രവർത്തനം ഞാൻ എന്റെ ജീവിതത്തിലെ ഏറ്റവും മോശമായ ഭാഷ ഉപയോഗിക്കുന്നു. ഹീനമായ, നാണം കെട്ട, മനുഷ്യത്വരഹിതമായ മാധ്യമ പ്രവർത്തനമാണ്. അത് അവസാനിപ്പിക്കണമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അവസാനിപ്പിക്കണം. അത് മനസ്സിലാക്കിയാൽ മതി. അത്രയും മനസ്സിലാക്കിയാൽ മതി. നീ വേറെ ചോദ്യമാണെങ്കിൽ ചോദിച്ചോ. അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയുമല്ലോ. ഞാനിത് രേവന്ത് റെഡ്ഡിയായിട്ട് എനിക്ക് ഇത് സംസാരിക്കാൻ പറ്റിയില്ല. ഞാൻ ആ മാനിഫെസ്റ്റോടെ വെച്ച് സംസാരിക്കുന്നത്. പിണറായി വിജയനെ കുറിച്ച് ഒന്നും പറയരുതെന്ന് ഞാൻ അഡ്വൈസ് ചെയ്തേനെ. കാരണം അദ്ദേഹത്തോട് സൂക്ഷിച്ചു പറഞ്ഞില്ലെങ്കിൽ ഏറ്റവും മലയാളത്തിലെ ഏറ്റവും മോശമായ വാക്കുകൾ പറയുന്ന ആളാണ്. താമരശ്ശേരി ബിഷപ്പിനെ നികൃഷ്ടജീവി എന്ന് വിളിച്ച് TP ചന്ദ്രശേഖരൻ 52 വെട്ടുവെട്ടിക്കൊന്ന ചന്ദ്രശേഖരനെ കുലംകുത്തി എന്ന് വിളിച്ച ഇന്ത്യൻ പാർലമെന്റിലെ ഏറ്റവും മികച്ച പാർലമെന്റേറിയനായ NK പ്രേമേന്ദ്രനെ പരനാറി എന്ന് വിളിച്ച 50 വർഷം കൂടെ നടന്ന കമ്മ്യൂണിസ്റ്റിനെ പരമചെറ്റ എന്ന് വിളിച്ചും മലയാള ഭാഷയ്ക്ക് ഒരുപാട് വാക്കുകൾ സംഭാവന ചെയ്ത ആളാണ് പിണറായി വിജയൻ. എനിക്ക് രേവന്ത് റെഡ്ഡിയോടൊന്ന് അഡ്വൈസ് ചെയ്യാം. അദ്ദേഹത്തോട് ഒരിക്കലും പിണറായി വിജയനെ പറ്റി ഒന്നും പറഞ്ഞത് തിരിച്ച് നിങ്ങൾ ഭൂമി കേൾക്കാത്ത ഭാഷ വരും തമാശ എന്നും അദ്ദേഹത്തോട് പറയണം എന്ന് വിചാരിച്ചാൽ പറ്റിയില്ല. അതാ പറഞ്ഞത്. അതാണ് ഞാൻ പറഞ്ഞത് അത്രേ പറഞ്ഞുള്ളൂ എന്നുള്ളത് ഭാഗ്യം. ഡാഷ് മോനെ എന്നാ പറഞ്ഞുള്ളൂ. അതിന്റെ അർത്ഥം എന്താ? ഡാഷ് മോനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം? അതിന്റെ അർത്ഥം ഒന്നും കൂടി സമനില തെറ്റിയിരിക്കുകയാണ് പുള്ളിക്ക്. മൊത്തത്തില് ഒന്നും കൂടി തെറ്റിയ ഡാഷും കൂടി പുള്ളി പൂരിപ്പിച്ചാണ്. എന്റെ ദൈവമേ, കേരളത്തിൽ എന്തൊരു നാണക്കേടായാലും രാജ്യം മുഴുവൻ ഈ കേരളം അപമാനത്തോടുകൂടി തലകുനിച്ച് നിൽക്കേണ്ടി വന്നേനെ. അതൊക്കെ ഞങ്ങൾ സൗകര്യമുള്ളപ്പോ ചെയ്തോളാം. പിന്നെ ഇല്ലില്ല, അതൊക്കെ ഞങ്ങൾ വേറെ ഏതെങ്കിലും വാർത്തകളുണ്ടോ? വേറെ ഏതെങ്കിലും ഉണ്ടോ? ഇല്ലില്ല. വേറെ ഏതെങ്കിലും വാർത്തകളുണ്ടോ? 2020 അവർ BJP ഭാഗത്തോട് ചേർന്നതോടുകൂടി അവരുടെ 75% പ്രവർത്തകരും തിരിച്ചു കോൺഗ്രസിൽ ചേർന്നു. അവര് ശുഷ്കമായത്. ഒരു മാറ്റം വരുത്തിയിട്ടില്ല. അവര് ഇടുക്കിയിലെ ജനങ്ങളെ പീഡിപ്പിക്കാൻ ഈ LDFന്റെ മാനിഫെസ്റ്റോ നടപ്പാക്കിയ ഇടുക്കി, കോട്ടയം ജില്ലയുടെ കുറെ ഭാഗങ്ങൾ പത്തനംതിട്ട ജില്ലയിൽ നിന്ന് പാവപ്പെട്ട കുടിയേറ്റക്കാർ കുടിയൊഴിപ്പിക്കപ്പെടും. 10,000 ആളുകൾ. ഇവരൊരു മാനിഫെസ്റ്റോ തയ്യാറാക്കിയതാണ്. ചിരിച്ചിരിച്ച് മണ്ണ് വെപ്പും മാനിഫെസ്റ്റോ ഉണ്ട്. ബഫർ സോണിനെതിരായി സമരം ചെയ്തതാണ്. ഇപ്പൊ അത് നാഷണൽ പാർക്കിന്റെയും വന്യജീവി സങ്കേതത്തിന്റെ അടുത്ത് മാത്രമേ ഉണ്ടായുള്ളൂ ഈ ബഫർ സോൺ. LDF മാനിഫെസ്റ്റോ അനുസരിച്ച് എല്ലാ വനങ്ങളുടെ അടുത്ത് ബഫർ സോൺ വെച്ചേക്കുക. ബഫർ സോണിന്റെ ഇപ്പുറത്ത് മാനിപ്പുലേഷൻ സോൺ, ബഫർ സോൺ കൂടാതെ. മനസ്സിലായില്ലേ? പിന്നെ ഒരു വർഷത്തിനകം ഏകവിള തോട്ടങ്ങളെല്ലാം വനഭൂമിയാക്കി പ്രഖ്യാപിക്കുമെന്നാണ് കർഷകർക്കെതിരായ, മലയോരത്തെ ജനങ്ങൾക്കെതിരായിട്ടുള്ള മാനിഫെസ്റ്റോണ് LDF പ്രഖ്യാപിച്ചത്. ശുദ്ധ അബദ്ധങ്ങളാണ് ഇവരുടെ മാനിഫെസ്റ്റോയിൽ എഴുതി വെച്ചിരിക്കുന്നത്. പണം ഞങ്ങൾ പറഞ്ഞല്ലോ. കേരളത്തിലെ ഗവൺമെന്റ് തകർത്ത് തരിപ്പണമാക്കിയിരിക്കുന്ന സമ്പദ് വ്യവസ്ഥയെ ഞങ്ങൾ മെച്ചപ്പെടുത്തും. മികച്ച ഫിനാൻസ് മാനേജ്മെന്റ് കൊണ്ട്, ആസൂത്രിതമായ നികുതി ഭരണം കൊണ്ട്, ഖജനാവിന്റെ ചോർച്ചയടയ്ക്കാനുള്ള കർക്കശമായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട്, സമ്പദ്ഘടനയെ ഉത്തേജിപ്പിച്ചുകൊണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് കേരളം കൺസ്യൂമർ സ്റ്റേറ്റ് ആണ്. കൺസ്യൂമർ പോയിന്റിലാണ് GSTയുടെ ടാക്സ്. 5 കൊല്ലമായിട്ട് ഞാൻ നിയമസഭയിൽ അഭ്യർത്ഥിക്കുകയാണ്.
നിങ്ങൾ ദയവ് ചെയ്ത് GSTക്ക് അനുരോധമായി ഈ ടാക്സ് അഡ്മിനിസ്ട്രേഷൻ പുനഃസംഘടിപ്പിക്കണമെന്ന്. കേരളത്തിൽ ഇത് ഇപ്പോഴും വാറ്റാണ്. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഒരു കൊല്ലത്തിനകം GSTയിൽ 30 മുതൽ 35% വരെ നികുതി വരുമാനം ഞങ്ങൾ വർദ്ധിപ്പിക്കും. അപ്പൊ ഞാൻ അവസാനിപ്പിക്കുകയാണ്. UDF അല്ലെന്ന് നികുതി വർദ്ധിക്കില്ല, നികുതി വരുമാനം വർദ്ധിക്കുമെന്ന്, നികുതി പിരിക്കുന്നില്ല കേട്ടോ. പറഞ്ഞുതരാം. അതായത് 5 കൊല്ലം കൊണ്ട് IGSTയിൽ 25,000 കോടി രൂപ ഗവൺമെന്റ് നഷ്ടപ്പെടുത്തിയെന്ന് ഞാൻ അസംബ്ലിയിൽ ആരോപണം ഉന്നയിച്ചു. ധനകാര്യമന്ത്രി പറഞ്ഞ് അടിസ്ഥാനരഹിതമാണെന്ന് പറഞ്ഞു. 3 മാസം കഴിഞ്ഞപ്പോൾ ഗവൺമെന്റിന്റെ കീഴിലുള്ള ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട്, അറിയാലോ, ഫിനാൻഷ്യൽ സ്റ്റഡീസ്, അവരെ റിപ്പോർട്ട് കൊടുത്തു. ഞാൻ പറഞ്ഞതുപോലെ 25,000 കോടി നടപടിക്രമങ്ങൾ മര്യാദയ്ക്ക് ചെയ്യാത്തതുകൊണ്ട് സെൻട്രൽ പൂളിൽ നിന്ന് നഷ്ടപ്പെടുത്തിയ ഗവൺമെന്റാണിത്. മനസ്സിലായേ? ടാക്സ് കൂട്ടിയിട്ടല്ല മേടിക്കുന്നത്, ടാക്സ് കൃത്യമായിട്ട് കിട്ടുന്നില്ല. കൺസ്യൂമർ പോയിന്റിൽ ഈ കേരളമായിരുന്നതിന് ഏറ്റവും വലിയ ബെനിഫിഷ്യറി. ആ ടാക്സ് കൂട്ടിയിട്ടല്ല. ടാക്സ് കൂട്ടാൻ പറ്റുമോ? അതൊരു ഒരു അജ്ഞത ഉള്ള ഒരു ചോദ്യമാണ്. കാരണം GST കൂട്ടാൻ ഒരു സ്റ്റേറ്റ് ഗവൺമെന്റ് വിചാരിച്ചാൽ പറ്റുമോ? ചെറിയൊരു മണ്ടത്തരമുണ്ട് അതിനകത്ത് ആ ചോദ്യത്തിൽ. കൈരളി അല്ലെങ്കിൽ എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ടാക്സ് വർദ്ധിപ്പിച്ചിട്ടാണോ GST കൂട്ടാനുള്ള എന്തെങ്കിലും അധികാരം സംസ്ഥാന ഗവൺമെന്റ് ഉണ്ടോ? അപ്പൊ ഒരു ചെറിയൊരു മണ്ടത്തര ആ ചോദ്യത്തിലുണ്ട്. പറഞ്ഞു നികുതി വർദ്ധിപ്പിക്കുന്നില്ല, നികുതി വരുമാനം വർദ്ധിക്കുന്ന പറഞ്ഞു. GSTയുടെ ഞാൻ പറഞ്ഞ ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ വ്യവസായ സൗഹൃദ അന്തരീക്ഷം ഉണ്ടാക്കും എന്നാണ് മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം. അതിന്റെ 3 രക്തസാക്ഷികളാണ് വ്യവസായ സൗഹൃദ അന്തരീക്ഷത്തിന്റെ. 1 ആന്തൂരിലെ സാജൻ, 2 പുനലൂരിലെ സുഗതൻ, ഇന്ന് വൈക്കത്ത് CPI ഓഫീസിൽ മരിച്ച ആത്മഹത്യ ചെയ്ത സുഗതൻ, അദ്ദേഹവും സംരംഭകരായിരുന്നു. 3 സംരംഭകർക്ക് കേരളത്തിൽ പിണറായി വിജയന്റെ കാലത്തുണ്ടായ അനുഭവമാണ്. ആ ആന്തൂരിലെ സാജന്റെ ആത്മഹത്യക്ക് കാരണക്കാരിയായ ആള് അവിടെ തളിപ്പറമ്പിലെ സ്ഥാനാർത്ഥിയാണ്. പുനലൂരിലെ സുഗതൻ മരിക്കാനിടയായത് ഈ ഗവൺമെന്റും സാഹചര്യങ്ങളാണ്. ഇന്നിപ്പോ CPI ഓഫീസിലെ ആള് മരിച്ചത്, ആത്മഹത്യ ചെയ്തത് വ്യവസായ സൗഹൃദ അന്തരീക്ഷം ഉണ്ടാക്കുന്നതിലെ കേരളത്തിലെ 3 സംരംഭകരായ രക്തസാക്ഷികളാണ്. അതുകൂടി മനസ്സിലായി. എവിടെ ഞങ്ങൾ ഏറ്റവും പ്രധാനമായിട്ട് അവരുമായിട്ട് മത്സരം നടക്കുന്ന മണ്ഡലം പാലക്കാടാണ്. ഞങ്ങളും BJPയുമായിട്ട് നേരിട്ട് മത്സരം നടക്കുന്നത്. പിന്നെയുള്ളത് 2 സ്ഥലത്തേക്ക് ഞങ്ങൾ നേരത്തെ 3-ാം സ്ഥാനത്ത് ഉണ്ടായിരുന്ന സ്ഥലത്തേക്ക് ഞങ്ങൾ 2-ാം സ്ഥാനത്തേക്കും 1-ാം സ്ഥാനത്തേക്കും വരും. അത് നേമത്തും വരും, കഴക്കൂട്ടത്തും വരും. ഒരു അട്ടിമറി ഉണ്ടാവില്ല. തൃശ്ശൂർ ഒറ്റ സീറ്റ് BJPക്ക് കിട്ടില്ല. കാരണം കഴിഞ്ഞ പ്രാവശ്യം CPMന്റെ പിന്തുണയോടുകൂടിയാണ് പാർലമെന്റ് ജയിച്ചത്. ഒന്നും ഉണ്ടാവില്ല. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.